പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 10ാം മാസത്തിൻ്റെ 31ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ 10 മാസം ഉദരത്തിൽ ചുമന്നത് പോലെ കരുതുന്നത് പോലെ നമ്മുടെ ദൈവം 10 മാസം നമ്മെ ഈ ഭൂമിയിൽ കരുതുവാനിടയായി. 1ാം മാസത്തിൽ നമ്മോട് ഒരുമിച്ച് പ്രവേശിച്ച അനേകരും ഈ 10ാം മാസത്തിൻ്റെ 31ാമത്തെ പ്രഭാതം കാണുവാൻ കഴിയാതെ അനേകർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവരെക്കാൾ ശ്രേഷ്ഠത പറയുവാൻ ഇല്ലാത്ത നമ്മെ, യോഗ്യത പറയുവാൻ ഇല്ലാത്ത നമ്മെ, സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും സമ്പത്തിലും അവൻ പ്രായത്തിലും ഒന്നും യോഗ്യത പറയുവാനില്ലാത്ത നമ്മെ ഈ ഭൂമിയിൽ 10 മാസം ദൈവം നമ്മെ കരുതി പരിപാലിച്ചു. ആമേൻ. ദൈവിക സ്നേഹം എത്ര വലുതെന്ന് നാം ഈ പ്രഭാതം തിരിച്ചറിയണം. ആമേൻ. ഹല്ലേലൂയ. കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തുനിന്ന് വിടുവിക്കുവാനിടയിൽ ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധി നമുക്ക് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: വഷളന് നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ദൈവജനം സത്യം മാത്രമേ പറയാവൂ. ഒരിക്കലും ആരോടും സത്യം മറച്ചു വെക്കരുത്. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം എന്ന് തുടങ്ങി നമ്മുടെ സത്യവുമായി ബന്ധപ്പെട്ട് പല ഉപദേശങ്ങളും നാം കേൾക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സത്യം പറഞ്ഞാൽ വലിയ അപകടം വിളിച്ചു വരുത്തുമെങ്കിൽ അത് പറയാതെ മൗനമായിരിക്കുന്നതും നന്നായിരിക്കും. എന്നാൽ ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ദൈവദാസന്മാർ, ദൈവകുഞ്ഞുങ്ങൾ ഒരു വ്യക്തിയോട് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. നാം പറയുന്ന വാക്കുകൾ പ്രവർത്തിക്കുവാൻ കഴിയുമോ എന്ന് ആലോചിച്ചിട്ട് വേണം പറയുവാൻ. തിരുവചനം പറയുന്നത്, തൻ്റെ ഭക്തന്മാർ ഭൂമിയിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. നാം ചിന്തിക്കുന്നത്, നാം പറയുന്നത് ആദ്യം കേൾക്കുന്നത്, ആമേൻ സ്തോത്രം, നാം ചിന്തിക്കുന്നത് നാം പറയുന്നത് നാം പറഞ്ഞ അല്ലെങ്കിൽ കേട്ട വ്യക്തി മാത്രമേ അത് അറിയത്തുള്ളൂ. എന്നാൽ നാം പറയുമ്പോൾ അത് ദൈവം കൂടെ അത് കേൾക്കുന്നുണ്ടെന്ന് ആമേൻ സ്തോത്രം നാം അറിയണം. നിരവധി ദൈവഭക്തന്മാർ സത്യം ചെയ്ത് പറഞ്ഞത് നിവർത്തിപ്പാൻ കഴിയാതെ ഒളിഞ്ഞും മറഞ്ഞും നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ. ഒരു ദൈവഭക്തന്റെ എപ്പോഴും ദൈവമക്കൾ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനാ. അങ്ങനെ ആയിരിക്കണം. ഒരു ദൈവഭക്തന്റെ അനുഭവം എപ്പോഴും അങ്ങനെ ആയിരിക്കണം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവരായി നിലനിൽക്കണം. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയും സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടിയും ഒരു ദൈവപൈതൽ വാക്ക് മാറ്റി പറയരുത്. നമ്മുടെ കർത്താവ് ഒരിക്കലും വാക്ക് മാറ്റി പറയുന്നവനല്ല. നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും. നിന്നെ മാനിച്ചുയർത്തുമെന്ന് പറഞ്ഞാൽ ഉയർത്തും. നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കും. കർത്താവ് പറഞ്ഞു, ആമേ പറഞ്ഞതുപോലെ പ്രവർത്തിക്കും. കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ആ സത്യവാനായ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾ ഒരിക്കലും വാക്ക് മാറ്റി പറയുന്നവരാകരുത്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളുമല്ല നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. വചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ നീതിമാന്മാരുടെ അടിസ്ഥാനങ്ങൾ വരെ മറിഞ്ഞു പോകുവാനിടയാകും. ദൈവത്തിന്റെ വിശേഷ ഗുണങ്ങളിൽ ഒന്നാണ് വിശ്വസ്തത എന്നുള്ളത്. ദൈവം വിശ്വസ്തനാണെന്ന് തിരുവചനത്തിൽ ധാരാളം പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ വാക്കുകൾക്കോ വാഗ്ദാനങ്ങൾക്കോ ഒരു മാറ്റവും ഭവിക്കുകയില്ല. ദൈവം പറഞ്ഞിട്ടുണ്ടെന്നും ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല യാക്കോബ് ബേഥേലിൽ ആലയം പണിയുമെന്ന്
ദൈവത്തിന് ദശാംശം കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞു, താൻ തീരുമാനിച്ചത്. എന്നാൽ കാലങ്ങൾ പലതും കടന്നുപോയപ്പോൾ യാക്കോബ സത്യത്തെക്കുറിച്ച് മറന്നുപോയി. അത് നിവർത്തിക്കാൻ തനിക്കിതുവരെയും കഴിയാതെ വന്നു. എന്നാൽ അത് തൻ്റെ ജീവിതത്തിൽ അനവധി ഘട്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും വേദനകൾക്കും ജാതികളുടെ നടുവിൽ തലതാഴ്ത്തി നിൽക്കുന്ന അനുഭവത്തിലേക്ക് മാറി. തൻ്റെ മകൾ പീഡിപ്പിക്കപ്പെട്ടു, തൻ്റെ മക്കൾ കൊലപാതകന്മാരായി മാറി. പ്രിയ ദൈവവേദനെ, ദൈവം ഉടമ്പടികളിൽ പ്രവർത്തിക്കുന്നവരാകയാൽ നാം ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ കഷ്ടം സഹിക്കേണ്ടി വന്നാലും നഷ്ടം സഹിക്കേണ്ടി വന്നാലും അത് നിവർത്തിക്കുക. ആകയാൽ ഈ പ്രഭാതം ഘട്ടം സഹിക്കേണ്ടി വന്നാലും ദൈവത്തോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സത്യം നിവർത്തിക്കാം. നീ സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്ര വേണ്ടതെന്ന് തിരുവചനം പറഞ്ഞു. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ദൈവമൈതലേ, ഈ പ്രഭാതം വഷളന് നിന്ദിനായി തന്നെ എണ്ണണം. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാതെ നിൽക്കണം. അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി ചെയ്യും. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ കർത്താവേ സ്തോത്രം, പ്രിയപ്പെട്ടവർ, ഞങ്ങൾ സ്നേഹിച്ചവർ, കർത്താവേ സ്തോത്രം, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വാക്കുകൾ പാലിക്കുവാൻ കഴിയാതെ വണ്ണം ഞങ്ങളെ മറന്നു പോകുമ്പോൾ കർത്താവ് ഈ ദിവസം വഷളന് നിന്ദിനായി എണ്ണേണ്ടതും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കേണ്ടതും സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാതെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. ഈ പ്രഭാതം എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യും, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.